അത് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് വലിയ ബഹുമാനമായിരുന്നു. അയാൾ ഒരുപാട് അറിവുള്ള ആൾ, ഒരു വലിയ ചിന്തകൻ, ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ ആൾ, വലിയ ഒരു ജ്ഞാനിയായൊരു മനുഷ്യൻ. അയാളൊരു സാധാരണ മനുഷ്യന് പോലും അറിയാത്ത മാതിരി അയാൾ സംസാരിച്ച്. ഒരു സാധാരണ മനുഷ്യനറിയാം പാർലമെൻ്ററി ജനാധിപത്യത്തിൽ വോട്ടവകാശമുള്ളവർക്ക് മത്സരിക്കാൻ അവകാശമുണ്ട്. ആ മത്സരിക്കുന്ന ആളുകളെ ജനങ്ങൾ തിരഞ്ഞെടുക്കും. ആരാണ് നമ്മളെ പ്രതിനിധി എന്ന് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അതിനു മുമ്പേ മത്സരിക്കുന്ന ഒരാൾ പറയാണ് അദ്ദേഹം എന്തിനാണ് മത്സരിക്കുന്നത്, പന്നീനെന്തിനാണ് മത്സരിക്കുന്നത് പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രാഥമിക മനുഷ്യനുള്ള ജ്ഞാനം പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിന് പിന്നിൽ എനിക്ക് തോന്നുന്നത് ഒരഹങ്കാരത്തിൻ്റെ ധ്വനി കൂടിയുണ്ട്. അത് നല്ലതല്ല. അഹങ്കാരത്തിൻ്റെ ധ്വനി നല്ലതല്ല. അത് എനിക്കെതിരായിട്ടല്ല, ഞാനതൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ വോട്ടർമാരോടുള്ള ഒരു അഹങ്കാരത്തിൻ്റെ ധ്വനിയാണ്. ഞാനുള്ളപ്പോൾ പിന്നെ വേറൊരാളെന്തിനാ എന്നൊരു ഭാവം. ആ ഭാവം രാഷ്ട്രീയത്തിൽ തീരെ ആളുകൾ അംഗീകരിക്കില്ല, ജനം അംഗീകരിക്കില്ല. ഇത് ചിന്തകനാന്നുള്ളതുകൊണ്ട് എന്തും പറയാം എന്നുള്ളൊരു ധാരണ അദ്ദേഹത്തിന് വന്നുപോയോ എന്നെനിക്കറിയില്ല. എന്തായാലും അത് അപക്വമായിപ്പോയി എന്ന് ഞാനിപ്പോൾ പറയുന്നുള്ളൂ. 15 വർഷമായിട്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ പിന്നീട് നേരത്തെ ഇവിടെ ജനപ്രതിനിധിയായിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് മുൻപ് ജനപ്രതിനിധിയായ ആളാണ്. താങ്കൾ കൊണ്ടുവന്ന വികസനത്തിന് ഒരു പട്ടികയുണ്ട്. പക്ഷെ മറ്റാർക്കും അതിനൊരു പട്ടികയില്ലെന്നാണ് പൊതുവിൽ. പട്ടിക ആർക്കും ഉണ്ടാക്കാലോ. കഥ എഴുതാൻ വേണ്ടി എന്താ വലിയ പ്രയാസം? ഭാവന ഉണ്ടായാൽ മതിയല്ലോ. ഭാവനയല്ല ഞാനിവിടെ നടത്തിയിരിക്കുന്ന കാര്യം ജനങ്ങളെ മുമ്പിലുണ്ട്. ഇപ്പം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഭാഗം 200 കോടി രൂപ ചെലവിട്ടതാണ്. അതെല്ലാവരും പോയി അനുഭവിക്കുന്നതാണല്ലോ. തിരുവനന്തപുരം വിമാനത്താവളം സെക്കൻഡ് ടെർമിനൽ, അത് 200 കോടി രൂപ അനുഭവിച്ചത് ഞാൻ ഫസ്റ്റ് പാർലമെൻറ്റിലെ ക്വസ്റ്റ്യന് ആണ്. പ്രഫുൽ പട്ടേൽ പറഞ്ഞ 200 കോടി. അതിൻ്റെ കൂടെ 100 കോടി അവിടെ ആങ്കർ ഉണ്ടാക്കി. അത് എന്നിൻ്റെ മാത്രം ഒരു ഉത്തരവാദിത്തത്തിൽ ഞാൻ പ്രഫുൽ പട്ടേലുള്ള ബന്ധങ്ങളുണ്ടാക്കിയ അതിനെ 300 രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിപ്പം കോവിഡ് വന്നപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ ലോകോത്തര റിസർച്ച് സെൻ്ററാണ്. അതുപോലുള്ള സ്ഥാപനങ്ങൾ, ഇത് ബ്രഹ്മോസ്, പിന്നെ നമ്മളെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ, തിരുവനന്തപുരം കൊച്ചുവേളി നിയമം ചേർന്ന റെയിൽവേ കോംപ്ലക്സ്, അതിൻ്റെ പ്ലാന്, അത് അപ്രൂവ് ചെയ്ത കാര്യം, ഇതുപോലെ എത്രയെത്ര കാര്യങ്ങൾ. എന്തിന് നിങ്ങളിപ്പം നെയ്യാറ്റിങ്കര എന്നൊരു റോഡുണ്ടല്ലോ, അരുവിപ്പുറത്തുള്ള റോഡ്, ഒരു MP ഫണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് 2 കോടിയാണ് ഒരു വർഷം. എനിക്ക് കിട്ടിയത് 6 കോടിയാണ്. അതിൻ്റെ അകത്തുനിന്ന് ഒരു റോഡിനുള്ള പൈസയില്ല. കാരണം അതിന് 10 കോടി ചിലവാകും ആ റോഡിന്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പം ഞാൻ അവിടെ പോയി TR ബാലുവിനെ കണ്ട് ബാലുമായി സംസാരിച്ച് ധാരണയുണ്ടാക്കിയിട്ടാണ് അതുണ്ടാക്കിയത്. വേണമെങ്കിൽ എനിക്കിപ്പോൾ പറയാം, വിഴിഞ്ഞം തുറമുഖത്തിന് അന്ന് അനുവാദം വാങ്ങിയത് എൻ്റെ കാലത്താണ്. അത് എൻ്റെ കാലത്തായതുകൊണ്ട് എൻ്റെ ശ്രമം കൊണ്ടാണെന്ന് ഞാൻ പറയാൻ വേണ്ടി പറ്റുമോ? അത് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ കാരോട് റോഡ് ഞാനാണതിൻ്റെ ശില്പി എന്ന് പറഞ്ഞാൽ, ഒരാൾ ശില്പി എന്ന് പറഞ്ഞ് നടന്നാൽ എന്താ ചെയ്യുക? കാരോട് റോഡിൻ്റെ അയാൾക്കെന്താ ബന്ധം? അദ്ദേഹത്തിൻ്റെ ബന്ധം എന്താ? ഇത് വെറുതെ ഒരു പുസ്തകം, ഞാനതാ പറഞ്ഞ്, ഒരു കഥ എഴുതുക ഭാവന മതി. എന്നാൽ ഇത് ഒരു ജനപ്രതിനിധി കഥ എഴുതുകയല്ല വേണ്ടത്. നടന്ന സംഭവം ജനങ്ങളോട് പറയേണ്ടത്. തികച്ചും അവാസ്തവമായ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്, പുസ്തകം നോക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഞാനെന്താ മറുപടി പറയേണ്ടത്? സാധാരണഗതിയിൽ സ്ഥാനാർത്ഥികൾ, എതിർ സ്ഥാനാർത്ഥികളുടെ സംസാരത്തിന് ഞാൻ മുതിരാറില്ല. കാരണം അതൊരു ധാർമ്മികതയാണെന്ന് എനിക്ക് തോന്നിയില്ല. അദ്ദേഹം പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഞാൻ പറയാണ്, അദ്ദേഹം ഇതൊക്കെ മനസ്സിലാക്കണം. ഈ നാട്ടിൽ വന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ, ആ വികസന പ്രവർത്തനങ്ങൾ ആ കാലത്ത് വന്ന് ഒന്ന് പരിശോധിക്കണം. 40 മാസക്കാലമാണ്. 40 മാസക്കാലം കൊണ്ട് തലസ്ഥാനത്തുണ്ടായ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ അവയൊന്ന് പരിശോധിക്കണം. 15 വർഷമായി നിൽക്കുന്ന എന്ത് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാതിരുന്നത്? ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് കിട്ടേണ്ടതല്ലേ? തിരുവനന്തപുരത്തിന് അനുവദിക്കേണ്ടതല്ലേ? കോൺഗ്രസ്സുകാർ പഴയ കാലത്ത് എഴുതി കൊടുത്ത്, കോഴിക്കോട്ടേക്ക് എഴുതി കൊടുത്തുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടതല്ലേ? ആ നഷ്ടപ്പെട്ട വീണ്ടെടുക്കാൻ ഇയാൾ എന്ത് ചെയ്തു? അതൊക്കെ ഒന്ന് സ്വയം പരിശോധിക്കണ്ടേ? അപ്പോൾ അവരവരെ കാര്യമൊന്നും ശരിക്കും പരിശോധിക്കാതെ ഏതെങ്കിലും ഒരു പുസ്തകത്തിന് എന്തെങ്കിലും എഴുതി വെച്ചിട്ട് കാരോട് ബൈപ്പാസ് ഞാനാന്ന് പറഞ്ഞാൽ ഇതൊക്കെ പരിഹാസ്യമല്ലേ? ആ പരിഹാസ്യമായ കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞ്
ജനങ്ങളെ ഇങ്ങനെ വെട്ടിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ജനങ്ങൾ തിരിച്ചറിയുമെന്ന് എനിക്ക് പറയാനുള്ളൂ.